നായർ, ഹരിഹരൻ കൂട്ടുകെട്ട്, തിരക്കഥാകൃത്ത്, സംവിധായകൻ കൂട്ടുകെട്ട്, കൈവച്ചതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. അവർ ആദ്യമായി ഒന്നിക്കുന്നത് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീ MP ശ്രീനിവാസനാണ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി. അതിനുശേഷം MT യും ഹരിഹരനും ഒന്നിച്ചത് 1981 പുറത്തിറങ്ങിയ വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ ഗാനരചനയും MT ആണ് ചെയ്തത്, സംഗീത സംവിധാനം MP ശ്രീനിവാസൻ. അവരുടെ മൂന്നാമത്തെ പടം 1985 വെള്ളം എന്ന സിനിമ, കാലം തെറ്റി വന്നൊരു സിനിമയാണ്. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമ. 2018 എന്ന സിനിമ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വിഷമം തോന്നും. വെള്ളം അന്ന് വിജയിക്കാതെ പോയ ഒരു സിനിമയാണ്. 2018 സിനിമ വന്നത് അത് അനുഭവിച്ചവർ തന്നെയാണ് കണ്ടത്. പക്ഷേ വെള്ളം ഈ പ്രളയം പശ്ചാത്തലമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. പക്ഷേ അത് അനുഭവിച്ചവരല്ല അന്ന് ആ സിനിമ കണ്ടത്. മാത്രമല്ല അത് കുറച്ച് കാലം തെറ്റി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. വെള്ളത്തിൻ്റെ ഗാനരചന മുല്ലനേഴിയും സംഗീതം സാക്ഷാൽ ദേവരാജൻ മാസ്റ്ററുമായിരുന്നു. അതിനുശേഷം 86 MT യും ഹരിഹരനും പഞ്ചാഗ്നി നക്ഷതങ്ങൾ എന്ന സിനിമകൾ എടുക്കുന്നു. രണ്ടും ഒരേ വർഷം ഇറങ്ങിയ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് സിനിമകളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. അതിൽ ഈ രണ്ട് സിനിമകൾക്കും സംഗീതമൊരുക്കാൻ ഒന്ന് മാറ്റിപ്പിടിക്കാൻ MT യും ഹരിഹരനും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ബോംബെയിൽ പോയി രവി എന്ന സംഗീത സംവിധായകനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. നമ്മൾ രവിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, രവിശങ്കർ ശർമ്മ. അദ്ദേഹം വന്നു. അതിനുശേഷം അദ്ദേഹം ONVയുടെ വരികൾ നോക്കി വരികളുടെ അർത്ഥം അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഹാർമോണിയം എടുത്ത് മീട്ടി. ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാം സാഗരങ്ങളെ പാടിയുണർത്തിയ. നിങ്ങൾ ആലോചിക്കണം, 80കളിലെ ഏറ്റവും പ്രഗത്ഭരായ സംഗീത സംവിധായകർ ശ്യാം സാർ, ജോൺസൺ, രവീന്ദ്രൻ തുടങ്ങിയവർ പോലും അന്ന് ഈണങ്ങളുണ്ടാക്കി അതിനനുസരിച്ച് ഗാനരചയിതാക്കളോട് പാട്ടുകൾ ഉണ്ടാക്കാൻ, വരികൾ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വന്ന മലയാളം അറിയാത്ത ഒരു സംഗീത സംവിധായകൻ വരികളുടെ അർത്ഥം മനസ്സിലാക്കി വരികൾക്ക് ജീവൻ നൽകുക. ഇറ്റ് വാസ് ഫെയറി ടെയിൽ, യക്ഷിക്കഥയാണ്. ഇൻഡീഡ് ഫെയറി ടെയിൽ. ആരായിരുന്നു ആ സംഗീത സംവിധായകൻ? രവി എന്ന രവിശങ്കർ ശർമ്മ. 80കളുടെ രണ്ടാം പകുതിയിലും 90കളുടെ ആദ്യ പകുതിയിലും മലയാള സിനിമാ സംഗീതത്തിൽ ഒരു കുളിർത്തന്നലായി വീശിയ രവി എന്ന നമ്മൾ ഓമനപ്പേരിൽ വിളിച്ച ബോംബെ രവി. ബോംബെ രവി മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ്. 98 പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 95ഉം ചാർട്ട് ബസ്റ്റേഴ്സാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 97.5%. അൺബിലീവബിളാണ്. ONV യും ബോംബെ രവിയും കൂടെ തന്നെ ഉണ്ടാക്കിയ പാട്ടുകളെല്ലാം ചാർട്ട് ബസ്റ്റേഴ്സാണ്. ആ രാത്രി മാഞ്ഞു പോയി ആരെയും ഭാവഗായകനാക്കും, സാഗരങ്ങളെ പാടി ഉണർത്തിയ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, കേവലമർത്തിയ ഭാഷ കേൾക്കാത്ത, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്ദ്രനീലിമയോലും ദും 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 ദുബിനാദം. അതുപോലെ സുഹൃതത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടുകൾ, എല്ലാ പാട്ടുകളും ചാർട്ട് ബസ്റ്റേഴ്സാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ബോംബെ രവി ONV കൂട്ടുകെട്ടിലെ സിഗ്നേച്ചർ സോങ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചായിരുന്നു, അന്തിമയങ്ങിയ നേരത്ത് നിന്നും മിണ്ടാതെ മിണ്ടാതെ പോയി എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ചക്കുറിയുമുണ്ട് ചുറ്റി. ഗുരുവായൂർ അമ്പലനടയിൽ മുത്തശ്ശിയുടെ കൈ പിടിച്ച് പോകുന്ന ഒരു കൊച്ചുമകൾ അല്ലെങ്കിൽ ഒരു ബാല്യക്കാരിക്കുട്ടി ഒരു ടിപ്പിക്കൽ ഒരു മലയാളി സ്റ്റീരിയോ ടൈപ്പാണ്. ആ ഒരു പാട്ടിന് ബോംബെ രവി നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ ഈണങ്ങൾ എത്ര പ്രശംസിച്ചാലും അത് അധികമാവില്ല. ശിവപ്രിയയാണ് നമുക്ക് വേണ്ടി അത് പാടാൻ പോകുന്നത്. ഈ പാട്ട് ഞാൻ ശിവപ്രിയയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം കരുതിയത് ശിവപ്രിയ ഇത് പല വേദികളിലും പാടിയിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ശിവപ്രിയ പറഞ്ഞു ഒരു വേദിയിലും ഇന്ന് വരെ പാടിയിട്ടില്ല. ഓവർ ടു യു ശിവപ്രിയ.
താങ്ക് യു സോ മച്ച്. ഷി ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. സൂപ്പർ. ചിത്ര ചേച്ചിക്ക് രണ്ടാമത് ദേശീയ അവാർഡ് കിട്ടിയത് ഈ പാട്ടിനാണ്. അവർക്ക് ആദ്യമായി ദേശീയ അവാർഡ് കിട്ടിയത് സിന്ധു ഭൈരവി എന്ന തമിഴ് സിനിമയിലെ പാടറിയെ പഠിപ്പറിയെ എന്ന ഗാനത്തിന്. 85-ലെ സിനിമ, 86-ലെ ദേശീയ അവാർഡ്. ഈ പാട്ട് ഇത് 86-ലെ സിനിമ, അപ്പോൾ 87-ൽ ഇതിന് രണ്ടാമത്തെ ദേശീയ അവാർഡ് കിട്ടി. അതിനുശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിൽ 88-ൽ ഇറങ്ങിയ വൈശാലി എന്ന സിനിമയിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന ഗാനത്തിന് മൂന്നാമതും ദേശീയ അവാർഡ്. അതായത് 4 വർഷത്തിൽ 3 ദേശീയ അവാർഡ്. അതിൽ 2 ദേശീയ അവാർഡും ബോംബെ രവിയുടെ പാട്ടുകൾക്കാണ്. ഞാൻ ശിവപ്രിയക്കുട്ടിയെ കൊണ്ട് എനിക്കൊരു ചെറിയൊരു പാട്ടിൻ്റെ 4 വരി പാടിപ്പിക്കണം. നമ്മൾ ഈ സുജാതയും രവീന്ദ്ര ജെയിനും ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. 1977-ൽ പുറത്തിറങ്ങിയ സുജാത എന്ന സിനിമ 60കളിലെ കുട്ടികൾ, 70കളിലെ കൗമാരക്കാർ, ചെറുപ്പക്കാർ, ചന്ദ്രേട്ടൻ, ഈസക്ക, ബാബുക്ക, ഇവരോടൊക്കെ എനിക്ക്, അഷ്റഫ്ക്ക, ഇവരോടൊക്കെ എനിക്കൊരു ചെറിയ അസൂയയുണ്ട്. ചെറുതല്ല, വലിയ അസൂയ തന്നെയാണ്. കാരണം ഈ പാട്ടുകളൊക്കെ ഇറങ്ങിയ കാലത്ത് അത് കേൾക്കാനും ആസ്വദിക്കാനും കാണാനും അവസരം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ് അവർ. നമ്മൾ ആ കാലത്ത് പാട്ട് കേട്ടു തുടങ്ങിയിട്ടില്ല. ഞാൻ 80കളിലാണ് 60കളിലെയും 70കളിലെയും പാട്ട് കേൾക്കുന്നത്. അപ്പോൾ സുജാത വീണ്ടും ഇങ്ങനെ രവീന്ദ്ര ജെയിൻ മനസ്സിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു അതിൽ 2 ഫീമെയിൽ സോങ്സ്, സ്വയംവര ശുഭദിന മംഗളങ്ങൾ നമ്മൾ പാടി. മറ്റൊരു ഫീമെയിൽ സോങ് ആശ്രിത വത്സലനെ കൃഷ്ണ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് പാടിയിട്ടുള്ളത് ബംഗാളി ഗായിക ഹേംലത, രവീന്ദ്ര ജെയിൻ്റെ ഫേവറേറ്റ് സിംഗറാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ വന്ന് പാടിയിട്ടുള്ള ദക്ഷിണേന്ത്യക്കാരല്ലാത്ത ഗായകരിൽ ഏറ്റവും മനോഹരമായി മലയാളം പറഞ്ഞ് പാടിയിട്ടുള്ളത് ഹേംലതയാണ്. സോറി ഫോർ ദാറ്റ് ശ്രേയ ഘോഷൽ. ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ ഹേംലത, പക്ഷേ അത്രയും മനോഹരമായിട്ടുള്ള മലയാളമായിരുന്നു. ബംഗാളികൾക്ക് വാസ്തവത്തിൽ മലയാളം പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. ഹേംലതയും ശ്രേയ ഘോഷാലും ബംഗാളികളാണ്. പക്ഷേ ഹേംലത വാസ് സൂപ്പർബ് ഇൻ ആശ്രിത വത്സലന്. നമുക്കതിൻ്റെ 4 വരി ഒന്ന് കേൾക്കാം. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ, അഭയം നീ അരുളൂ, അഭയം നീ അരുളൂ. ആപൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ, ആലംബം നീ അരുളൂ, ആലംബം നീ അരുളൂ. ആശ്രിതവത്സലനേ. Thank you so much, Shivpriya. Wonderful, wonderful.